ഒരു അവക്കാടോ ഷേക്ക് പിടിക്കാല്ലേ? നമുക്ക് ബദാം മിൽക്ക് കുടിക്കാം. മതിയോ? ആ, ഒരു 150 തരാനുണ്ട്. മഴയത്തല്ലേലും കട്ടന നല്ലത് അല്ലേ? മഴയില്ലെങ്കിലും. എന്താ മുടിയൊക്കെ വെട്ടി നല്ല കാളം നോക്കിയത് പോലെ ഉണ്ടല്ലോ. എടാ എന്റെ മുടി ഞാൻ കാളം നക്കിയ പോലെയും പൊന്മാൻ ചപ്പിയ പോലെ ആക്കും. അവനാരാ ചോദിക്കാനേ? എടാ കാണുന്നവർക്കൊരു അഭിപ്രായം ഇല്ലടാ. എന്നിട്ട് നീ എന്നെ കളിയാക്കിയില്ലല്ലോ. എല്ലാരും കളിയാക്കിയിട്ട് നീ അടുത്ത വട്ടം നന്നായിട്ട് മുടി വെട്ടിയാലോ? ഈ ഫണ്ണൊക്കെ പോയില്ലടാ. എടാ എന്നാലും നമ്മളൊരു 150 രൂപ കൊടുക്കാണ്ടെന്ന് വെച്ച് ഞാൻ എന്റെ അഭിമാനമൊന്നും അവന് പണയം വെച്ചിട്ടില്ല. അവനിത് പറഞ്ഞപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ചെറുക്കൻ നാണിച്ചിരിക്കുന്ന ഇങ്ങനെയല്ലേ ഇരുന്നത്. പറയാനുള്ളത് അപ്പപ്പോ പറയണം. എടാ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ആ സമയത്ത് എന്റെ ബ്ലാങ്ക് ആയി പോയടാ മൈൻഡ്. അതും അവൻ വേറെ സ്ലാങ്ങിലൊക്കെ ഊക്കിയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയടാ. ഇത്ര സ്ഥലം ഉണ്ടായിട്ട് എന്നെ തൊട്ടൊരുമി പോകാൻ അവനെന്താ പൂമ്പാറ്റയാ? അവന് റോഡ് കിടക്കുന്ന കണ്ടില്ലേ? നീ അല്ലേ പറഞ്ഞ അപ്പ പറയണ്ടത് അപ്പ പറയണോന്ന്? ഇപ്പൊ അവന് ഈ സ്പോട്ടിൽ കിട്ടിയാണ്ടല്ലോ. ബ്രോ ഈ കുശുമം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എവിടെയാണെന്നറിയും? ബ്രോ നേരത്തെ ഇതിലേ പോയപ്പോ ചെറുതായിട്ടൊന്ന് ഇടിക്കാൻ പോയായിരുന്നു. അപ്പൊ ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് മനുഷ്യരുടെ കാര്യമാണ്, എന്താ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മുടി വെട്ടുന്നത് എല്ലാവർക്കും ഒരേപോലെ വെട്ടണമെന്നില്ല, പലർക്കും പല സ്റ്റൈലുണ്ടാവും. അത് നമ്മൾ ഓരോരുത്തരെ കളിയാക്കാൻ പാടില്ല അങ്ങനെ, അല്ലേ? അത്രേ ഉള്ളൂ. എവിടത്താണ് എനിക്ക് കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നത്? ജെനറ്റിക്സ് ഒക്കെ വല്ലതായിരിക്കും.